നമസ്കാരം, എല്ലാവർക്കും ടെക് വൺ മലയാളത്തിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സാധാരണ ചെയ്യാറുള്ള ടെക് റിവ്യൂ ഒന്നുമല്ല ഇന്ന് ചെയ്യുന്നത്. പകരം നമ്മുടെ വീട്ടിലെ മുറികളൊക്കെ അലങ്കരിക്കാറായിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് സിമൻറ്റ് ലൈറ്റ് എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് 2 കുപ്പികളാണ്. ആദ്യത്തെ കുപ്പി കുറച്ച് വലുതും രണ്ടാമത്തെ കുപ്പി ആദ്യത്തെ കുപ്പിയിൽ കടക്കത്തക്ക രീതിയിലുള്ളൊരു ചെറിയ കുപ്പിയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സിമൻറ്റ് കലക്കി ഒഴിച്ച് അതൊന്ന് സെറ്റാകാൻ വെക്കണം. അപ്പോൾ ഈ സാധനം നിങ്ങൾ പുറത്തൊരു കടയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000-3000 രൂപ എങ്ങനെയെങ്കിലും കുറഞ്ഞത് ചിലവാകും. പക്ഷേ നിങ്ങളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവാകുന്നത് 100 രൂപയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ, അതായത് 100 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സിമൻറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ വലിയ കുപ്പിയുടെ വായ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. വായ്ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ചെറിയ കുപ്പി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നൈഫോ അല്ലെങ്കിൽ ബ്ലേഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളതിൻ്റെ മുകൾ വശം കട്ട് ചെയ്ത പോലെ താഴ്വശവും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകൾ വശവും താഴ്വശവും കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളൊരു ചിരട്ടയോ അല്ലെങ്കിൽ ഇതേ ഷേപ്പുള്ള വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കവർ ചെയ്യുക. ഇങ്ങനെ കവർ ചെയ്താൽ മാത്രമേ നമ്മൾ കലക്കി ഒഴിക്കുന്ന സിമൻറ്റ് ഇതിലേക്ക് ചോർന്നു പോകാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചിരട്ട ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. നിങ്ങളങ്ങനെ ഫിറ്റ് ആവുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന കുപ്പിക്ക് അനുസരിച്ചുള്ള സാധനമായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളൊരു പൈപ്പ്, ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈപ്പ് എടുത്തിട്ട് ഒരു ചെറിയ ഹോൾ നമുക്ക് ആ ചിരട്ടയുടെ മുകളിൽ ഇടണം. ആ പൈപ്പ് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾ ഇടുന്നത്. ഇപ്പോൾ ഞാൻ ചിരട്ടയിലൊരു ഹോൾ ഇടുകയാണ്. ചിരട്ടയിൽ അങ്ങനെ ഹോൾ ഇട്ടാൽ മാത്രമേ നമുക്ക് അതുവഴി പൈപ്പും മറ്റുള്ള വയറും ഹോൾഡറും ബൾബും എല്ലാം താഴേക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഹോളിട്ട ചിരട്ടയിൽ ഒരു പൈപ്പ് ഇതുപോലെ ഇറക്കി വെക്കണം. അതിനുശേഷം ആ പൈപ്പിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഒരു ക്യാപ്പ് ഫിറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്കോ വെച്ച് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമതെടുത്ത കുപ്പിയും ഇതുപോലെ കട്ട് ചെയ്യണം. അതിൻ്റെ താഴ്ഭാഗം കുറച്ച് കട്ട് ചെയ്യണം. നിങ്ങളിതുപോലെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഹോളിട്ട് വെച്ചിരുന്ന ചിരട്ടയുണ്ടല്ലോ, ആ ചിരട്ട നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന വലിയ കുപ്പിയുടെ മുകളിൽ ഒരു ടേപ്പ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. അത് അവിടെ നന്നായിട്ട് ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മളത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സിമൻറ്റ് കലക്കി ഒഴിക്കുന്നത്. ഇനി നമുക്ക് പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഈ കുപ്പിയും കൂടി, ഈ ചെറിയ കുപ്പിയും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ മാത്രം മതി. നമ്മൾ പൈപ്പ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പൈപ്പ് വഴിയാണ് ഒരു വയറും ബൾബും പിന്നെ അതിൻ്റെ ഹോൾഡറും എല്ലാം വെക്കേണ്ടത്. ഇനി നമ്മളിതിൻ്റെ നടുഭാഗത്തേക്ക് സിമെൻറ്റ് കലക്കി ഒഴിച്ച് അതൊന്ന് സെറ്റായിട്ട് വരുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് സിമെൻറ്റ് ലൈറ്റ് നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ വലിയൊരു കുപ്പിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് സിമെൻറ്റ് ആവശ്യമായിട്ട് വരും. മാത്രമല്ല, ഒരു ചെറിയ കുപ്പിയാണ് എടുക്കുന്നതെങ്കിൽ, ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ 2 കുപ്പികളാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് സിമെൻറ്റ് മാത്രമേ ആവശ്യമായിട്ട് വരികയുള്ളൂ. നമുക്ക് ഇത് ഏകദേശം 1 കിലോയുടെ സിമെൻറ്റ് മാത്രമേ ചിലവായിട്ടുള്ളൂ ഇതിനു വേണ്ടി. അതിനുശേഷം സിമെൻറ്റിൻ്റെ കൂടെ കുറച്ച് ബലം കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പാറപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ സിമെൻറ്റ് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇളക്കിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ബലം കിട്ടാൻ വേണ്ടി ഞാനിവിടെ പാറപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സിമെൻറ്റും പാറപ്പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സിമെൻറ്റ് കലക്കുന്ന പ്രോസസ്സാണ്. സിമെൻറ്റ് നന്നായിട്ട് കലക്കുക, വെള്ളം ഒഴിച്ചു കൊടുത്ത്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കുക. സിമെൻറ്റ് നിങ്ങൾ വെള്ളം ഒഴിച്ച് കലക്കുമ്പോൾ സൂക്ഷിക്കണം, ഇത് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കവറോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസോ ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇവിടെ സിമെൻറ്റ് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കലക്കിയ സിമെൻറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. നിങ്ങൾ ഒഴിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കുറച്ച് വലിയ കുപ്പിയാണ് എടുക്കുന്നതെങ്കിൽ സിമെൻറ്റ് ഒരുപാട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാരം കൂടും. അപ്പോൾ നിങ്ങൾക്കിത് ബാലൻസ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഏതെങ്കിലും ഒരു കുഴിക്കകത്തോ കുറച്ച് മണലുണ്ടെങ്കിൽ മണലിൻ്റെ അകത്തേക്കോ ഒക്കെ ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഈ സിമെൻറ്റ് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. കുറച്ച് സിമെൻറ്റ് ഒഴിച്ചപ്പോഴത്തേക്ക് ഇപ്പം നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ സിമെൻ്റ് എല്ലാം ഒഴിച്ചത് നിറച്ചു. ഇപ്പോൾ 1 ദിവസം സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം സിമെൻറ്റിൽ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു അത്രത്തോളം നല്ലതാണ്. അത് ഒരുപാട് നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾഭാഗം കണ്ടാൽ അറിയാം ഒരു നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുപ്പികളെല്ലാം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഈ കുപ്പികളെല്ലാം ഇളക്കി കളയണം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറത്തെ ആ ചിരട്ടയും ആ വലിയ കുപ്പിയും നമുക്ക് ഇളക്കി കളയണം. ഇപ്പോൾ അതിൻ്റെ പുറത്തെയും അകത്തെയും കുപ്പിയെല്ലാം നമ്മൾ ഇളക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ അതിനൊരു ബലം കിട്ടാൻ വേണ്ടി, നമ്മളിത് ഹാങ് ചെയ്ത് വെക്കുമ്പോൾ തൂക്കിയിടുമ്പോൾ ഒരു ബലം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് കൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ഹോൾ ഇട്ടിട്ട് അത് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഒരു ആണി കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക്. ഇപ്പോൾ നല്ല ബലമുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഇനി താഴേക്ക് ഊരി പോയില്ല. കാരണം നമ്മളിത് തൂക്കിയിടുമ്പോൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബൾബും ബൾബിലേക്ക് ഒരു വയറും വെച്ച് കണക്ട് ചെയ്തിടുക എന്നുള്ളതാണ്. നിങ്ങൾ ബൾബ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കളർ ബൾബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇരുട്ടത്തൊക്കെ നമുക്ക് കൂടുതൽ മനോഹരമാകാൻ വേണ്ടി കളർ ബൾബായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ ബൾബ് നമുക്ക് വെക്കാൻ വേണ്ടി ഒരു ഹോൾഡറും കൂടി വാങ്ങിക്കണം. ഈ ഹോൾഡറിൻ്റെ വില 10 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ ഹോൾഡറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഹോൾഡറിൻ്റെ 2 അറ്റത്ത് നമുക്ക് ഇതുപോലെ വയർ കണക്ട് ചെയ്യണം. വയർ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഹോൾഡറിൻ്റെ അറ്റത്ത് നമുക്കൊരു ബൾബ് വെക്കണം. ഇപ്പോൾ എനിക്ക് വേറെ ബൾബൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബൾബ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ബൾബുകൾ യൂസ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സിമെൻറ്റ് ലൈറ്റ്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്, കാരണം ഞാൻ കുറച്ച് വലിയ കുപ്പിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സിമെൻറ്റ് ഞാൻ ഇതിലേക്ക് കലക്കി ഒഴിച്ചു. അതുകൊണ്ട് അത് സെറ്റായിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വെയിറ്റ് ഉണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മുറികളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ തൂക്കിയിടാം. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കളർ ബൾബ് അനുസരിച്ച് ഇതിൻ്റെ വെട്ടം വരുമ്പോൾ നല്ല രസമായിരിക്കും രാത്രിയിലൊക്കെ കാണാൻ. ഇപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ ഈ ലൈറ്റിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നീലയോ അല്ലെങ്കിൽ ഓറഞ്ചോ ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അത് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ചിലവായിട്ട് വരുന്നത് വെറും 100 രൂപയാണ്. നിങ്ങൾ പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 1000 അല്ലെങ്കിൽ 2000 ഒക്കെ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യാനിരിക്കുന്നുണ്ട്. സോ അതൊക്കെ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വെയിറ്റ് ഉണ്ടോ? ഇന്നല്ലാതെ എന്താ താഴോട്ട് പോവാ.